ശ്രീനഗർ നഗരത്തിലെ ഘോപദാരി കുന്നിൻ മുകളിലാണ് ശങ്കരാചാര്യ ക്ഷേത്രം. BC 2629 2564 ഇടയിൽ സന്ധിമാൻ രാജാവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പാർവതി ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ പിന്നീട് ശങ്കരാചാര്യരുടെ വരവോടെ പ്രാധാന്യം അദ്ദേഹത്തിന് കൈവന്നു. ശ്രീനഗർ നഗരം മുഴുവനും വടക്ക് പടിഞ്ഞാറ് ബാരാമുള്ള വരെയും കാണാൻ സാധിക്കുമെന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. 1961 ആദിശങ്കരന്റെ വെള്ളക്കൽ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഇവിടം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നതുകൊണ്ടുതന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ക്യാമറകളും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ശങ്കരാചാര്യ മലയുടെ താഴ്വരയിലാണ് ഷാലിമാർ പൂന്തോട്ടവും ദാൽ തടാകവും. സ്നേഹത്തിന്റെ വാസസ്ഥലമെന്നാണ് ഷാലിമാർ എന്ന വാക്കിന്റെ അർത്ഥം. ഷാലിമാർ ഉദ്യാനത്തിലെ സായാഹ്നം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിസ്മരണീയമായിരുന്നു. കാശ്മീരി വേഷം ധരിക്കുന്നതിലും ഫോട്ടോഗ്രാഫിയിലും മുഴുകി മുഗൾ സ്മരണകളുറങ്ങുന്ന ശ്രീനഗറിന്റെ ഉദ്യാനത്തിൽ അവർ മണിക്കൂറുകൾ ചിലവഴിച്ചു. കാശ്മീരിന്റെ കിരീടത്തിലെ രത്നമെന്നറിയപ്പെടുന്ന ദാൽ തടാകത്തിന്റെ ഓരത്താണ് ഷാലിമാർ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായ ഷിഖാര ബോട്ട് യാത്രയ്ക്ക് പേരുകേട്ട തടാകമാണ് ദാൽ. ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലം തടാകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഷിഖാരയിൽ തടാകത്തിനു ചുറ്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റിനിടയിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. How much? Good price, living time. 100 rupees box. 100 rupees? Box, one box. ये क्या है? Saffron, kunguma. How much rupees for? One box, 100 rupees. इतना ही बचा है. Smell. खुशबू. आपका कितना? एक. Bro, engineer എന്താ? അല്ല ഇത് രണ്ടെണ്ണം മതി. നിനക്ക് രണ്ടെണ്ണം മതി. ये आपको 2 दिया है. आपको नहीं चाहिए? नहीं चाहिए सब नाराज नहीं चाहिए. Everybody is buying 10 box, but here I'm on garden on field. I growing this saffron. Okay. Your state is 300 rupees 1 gram. Okay. No. Yes, but, sir, yeah. But this is the Kashmiri saffron. Okay. No, not for Iran. You cultivate it? I'm growing this. I'm not buying. Shop people is buying. Okay. Shop people is buying saffron 300, 400 rupees 1 gram. Okay. On garden on field. Everybody is 10 box, 12 box buying. ഇത് എന്താ മൂപ്പര് ചെയ്തോണ്ടിരിക്കുന്നത്? അയ്യോ. Buy actually we no need it now. No problem, okay. Sir. That for presentation, for gift. Let me check gift, it. I will discount No, evening time. I will discount. You take 2 box more, I will discount. I will discount evening time. I will discount box. But now is living time. Jaldi yaar. Our bus is waiting there. 3 minutes. I will discount. 3 minutes. Take more 3 box, I will discount. 2 box, I will discount. No problem. I am on garden. 500. Vision, this is the sea. So 500 नहीं वांक्यो?
होगा नो प्रॉब्लम सर गिव मी आप घर से भेजो पैसे ना पैसे कोई बात नहीं इससे फिर दे देगा उधर नो प्रॉब्लम एटीएम तो उधर है ना जहाँ स्टैंड है जहाँ शिकारे में उतराना है कार्ड वहाँ वहीं पे आपको यूज कार्ड वर्ड आगे जाना है ना ആരോരും തുണയില്ലാതെ ആരും ഒന്ന് ചിരിക്കാതെ നെഞ്ചിൽ മൂടുവാൻ അവനേകനായി മേലെ മേഘത്തേരിൽ കരമായി കുളിരായി കളിരലകൾ തീരാനാദം പോലെ ഉയരുന്നുണ്ടേ അയും പക്ഷിക്കൂട്ടം ഇന്നീ തിരകൾ തിരമാലകൾ താഴും സൂര്യൻ പോലെ ഉയരുന്നീതാ ദാൽ തടാകത്തിലെ ആസ്വാദ്യ സായാഹ്നത്തിനൊടുവിൽ വീണ്ടും ഞങ്ങൾ നഗരത്തിലെ താൽക്കാലിക വാസസ്ഥലത്തേക്ക് തിരിച്ചു. ഗുൽമാർഗിനോളം പ്രസക്തമായ ഇടമാണ് പഹൽഗാം. കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് പഹൽഗാം. ശ്രീനഗറിൽ നിന്നും 95 കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിലേക്ക്. കനത്ത ഫോറസ്റ്റുകളും തടാകങ്ങളും അരുവികളും പൂന്തോട്ടങ്ങളും പഹൽഗാമിലെ യാത്രക്കാർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. ആരു, ശേഷാങ് എന്നീ നദികളുടെ സംഗമമാണ് പഹൽഗാം. മലകളും മരങ്ങളും ഒരുപോലെ മഞ്ഞിൽ കുളിച്ചിരിക്കുന്നു. ഭൂമിയും ആകാശവും അതിരുകളില്ലാത്ത വിധാനം പോലെ ലയിച്ചിരിക്കുന്നു. പഹൽഗാമിൽ ഞങ്ങളറിഞ്ഞ സൗന്ദര്യം വിവരണാതീതമാണ്. Heater, Jaffer sir. Heater. Then I don't take the fire pot. Okay. So during some night is going. So during the daytime you use it, right? Yes. But then when feeling I cold. So do you use it all 12 months or only? No, just for the winter. Just for. That is from From November to ending March. End of March. Take one food like this. പഹൽഗാമിനെ ഒരിക്കലെങ്കിലും നേരിട്ടനുഭവിക്കാൻ കഴിയാതിരുന്നാൽ ജീവിതത്തിലെ എത്ര വലിയ അപൂർണതയായിരിക്കുമെന്നത് ഇവിടമറിയുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. കാരണം പഹൽഗാമിനെ അനുഭവിച്ചറിഞ്ഞവർ ഒരേ സ്വരത്തിൽ പറയുന്നു, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്. പഹൽഗാമിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പ്രകൃതിയുടെ സ്വപ്നദൃശ്യമായ കാഴ്ചകൾ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല.